നമസ്കാരം. ദോശമാവ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ഡിഷാണ് ഇന്നത്തെ റെസിപ്പി. ഊത്തപ്പം. ഊത്തപ്പം പലതരത്തിലുണ്ട്. ഒനിയൻ ഊത്തപ്പം, മിക്സഡ് വെജ് ഊത്തപ്പം, ടൊമാറ്റോ ഊത്തപ്പം. എന്നാൽ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് മിക്സഡ് വെജ് ഊത്തപ്പമാണ്. മൈ നെയിം ഈസ് ഷാൻ ജിയോ ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. ആദ്യമായിട്ടൊരു മിക്സിംഗ് ബൗളിലേക്ക് സവോള വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് 1 കപ്പ്, ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റ് 1/2 കപ്പ്, ക്യാരറ്റ് വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്താലും മതി. 1 പച്ചമുളക് വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, അല്പം മല്ലിയില നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ കറിവേപ്പില ചേർത്താലും മതി. 1/4 ടീസ്പൂൺ ഉപ്പ്. വെജിറ്റബിൾസിനുള്ള ഉപ്പ് മാത്രമേ നമ്മളിവിടെ ചേർക്കുന്നുള്ളൂ. ദോശമാവിനുള്ള ഉപ്പ് ദോശമാവിൽ തന്നെ ചേർക്കാൻ മറക്കരുത്. ഇനി ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. വെജിറ്റബിൾസ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കാവുന്നതാണ്. ക്യാപ്സിക്കം, ബീൻസ്, തക്കാളി ഇതൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഏതൊക്കെ വെജിറ്റബിൾസ് ഉപയോഗിച്ചാലും സവോള മാത്രം അല്പം കൂടുതൽ ചേർക്കുക. സവോളയും പച്ചമുളകും മാത്രം ചേർത്ത് ഒനിയൻ ഊത്തപ്പമായിട്ടും ചെയ്യാവുന്നതാണ്. ഇനി നോൺ വെജ് ഊത്തപ്പം വേണമെങ്കിൽ ബീഫ്, ചിക്കൻ ഇതൊക്കെ വേവിച്ച ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിൽ ചേർക്കാവുന്നതാണ്. ഇനി ഒരു ദോശക്കല്ലോ പാനോ ചൂടാക്കുക. പാൻ നന്നായി ചൂടായി കഴിയുമ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വയ്ക്കുക. പിന്നീട് ദോശമാവ് ഒഴിച്ച് അല്പം കനം കൂടിയ ദോശ പോലെ പരത്തുക. ഇതുപോലെ ചെറിയ കുമിളകൾ വരാൻ തുടങ്ങുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന വെജിറ്റബിൾ മിക്സ് അല്പം എടുത്ത് ഇതിന് മുകളിൽ ഇതുപോലെ സ്പ്രെഡ് ചെയ്യുക. അതിനുശേഷം ഇതിന് മുകളിലേക്ക് അല്പം നെയ്യ് ഒഴിക്കുക. നെയ്യില്ലെങ്കിൽ ബട്ടറോ എണ്ണയോ ഒഴിച്ചാൽ മതിയാകും. അതുപോലെ തന്നെ ഇഡ്ഡലിയുടെ കൂടെ കഴിക്കുന്ന ഇഡ്ഡലിപ്പൊടി വേണമെങ്കിലും ഇതിന് മുകളിൽ അല്പം വിതറി കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഈ വെജിറ്റബിൾസ് എല്ലാം ഇതുപോലെ പതിയെ ഒന്ന് തട്ടി ലെവൽ ചെയ്തെടുക്കുക. അതുപോലെ ഈ വെജിറ്റബിൾസ് എല്ലാം ദോശമാവിൽ നന്നായിട്ട് ഒട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതല്ലെങ്കിൽ നമ്മളിത് മറിച്ചിടുമ്പോൾ ഈ വെജിറ്റബിൾസ് എല്ലാം ഇളകിപ്പോരും. ഇനി ഇത് ഒരു സൈഡ് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഏകദേശം 2 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം വെക്കേണ്ടത്. ഒരു കാരണവശാലും കൂട്ടി വെക്കരുത്. ഇതിപ്പോൾ ഒരു സൈഡ് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിടണം. പിന്നീട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കൂടുതൽ ബലം ഉപയോഗിച്ച് പ്രസ് ചെയ്യരുത്. വീണ്ടും ഈ സൈഡ് കൂടി വേവുന്നതിനായിട്ട് ഏകദേശം 2 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യുക. ഊത്തപ്പം റെഡി ആയിട്ടുണ്ട്. ചൂടോടുകൂടി തന്നെ ഏതെങ്കിലും ചട്നിക്കൊപ്പമോ സാമ്പാറിനൊപ്പമോ സെർവ് ചെയ്യാവുന്നതാണ്. ടൊമാറ്റോ ചട്നിയുടെ റെസിപ്പി മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഫീഡ്ബാക്സും താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.